വെള്ളാരം കല്ലുപോലെ തിളങ്ങുന്ന പ്രകൃതിയുടെ ഒരു വിസ്മയമാണ് നാടൻ നന്ദ്യാർവട്ടപ്പൂക്കൾ. ഇതളുകളുടെയും ഇലകളുടെയും ആകൃതി അനുസരിച്ച് ഇവയെ തരംതിരിക്കാൻ പറ്റും. 5 ഇതളുകളുള്ള നാടൻ നന്ദ്യാർവട്ടമാണിത്. പൂവിൻ്റെ മധ്യഭാഗത്തായി ഒരു ഇളം മഞ്ഞ നിറം വരുന്നുണ്ട്. തിളങ്ങുന്ന പച്ചിലകൾക്കിടയിൽ നിൽക്കുന്ന ഈ വെള്ളപ്പൂക്കൾ മുറ്റത്തിന് നൽകുന്ന ഐശ്വര്യം ചെറുതല്ല. വിദേശ പൂച്ചെടികൾ നമ്മുടെ മുറ്റം കൈയടക്കിയപ്പോൾ ഈ നാടൻ പൂക്കളെ നമുക്കും നഷ്ടമായി തുടങ്ങിയിരുന്നു. ഇപ്പോൾ ഇവ വീണ്ടും നമ്മുടെ വീട്ടുമുറ്റത്തേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. നേഴ്സറികളിലൊക്കെ ഈ ചെടി ഇന്ന് അവൈലബിൾ ആണ്. റോസാപ്പൂക്കളെ പോലെ തോന്നുന്ന അടുക്ക് നന്ദ്യാർവട്ടമാണിത്. ഇതിന് ഒരു സുഗന്ധവുമുണ്ട്. വെണ്മയേറിയ നിറം മാത്രമല്ല ഈ ചെടികളെ നമുക്ക് പ്രിയപ്പെട്ടതാക്കുന്നത്, അതിലൊളിഞ്ഞിരിക്കുന്ന അത്ഭുതകരമായ ഔഷധ ഗുണങ്ങൾ കൂടിയാണ്. നേത്രരോഗങ്ങൾക്കും ത്വക്ക് രോഗങ്ങൾക്കും പല്ലുവേദനയ്ക്കുമൊക്കെ ഇത് ഉപയോഗിക്കുന്നു. ആയുർവേദത്തിലും വളരെയധികം ഉപയോഗിക്കുന്നുണ്ട്. നല്ല വലിപ്പമുള്ള മൊട്ടുകളാണിതിന്. ഇപ്പോൾ മുല്ലമുട്ടുകൾ പോലെ ഇതിൻ്റെ മുട്ടുകളും കെട്ടി ഉപയോഗിക്കാറുണ്ട്. മിനിയേച്ചർ നന്ദ്യാർവട്ടമാണിത്. ബോർഡർ പ്ലാന്റ് ആയിട്ടൊക്കെ വളർത്താൻ പറ്റുന്ന ഈ ചെടി ജനപ്രിയമാണ്. ചെറിയ ഇലകളും ചെറിയ പൂക്കളുമായിട്ടുള്ള ഈ നന്ദ്യാർവട്ടം വളരെ ഈസി ആയിട്ട് കെയർ ചെയ്യാൻ പറ്റും. മൂപ്പെത്തിയ കമ്പുകൾ കട്ട് ചെയ്ത് നട്ടുപിടിപ്പിച്ചാണ് പുതിയ തൈകൾ ഉണ്ടാക്കുന്നത്. കമ്പിൻ്റെ ചുവട്ടിൽ കറ്റാർവാഴയുടെ ജെല്ല് പുരട്ടി നട്ടാൽ പെട്ടെന്ന് വേര് പിടിച്ചു കിട്ടും. മിക്ക വീടുകളിലും കാണുന്ന നന്ദ്യാർവട്ടമാണിത്. എല്ലാ നന്ദ്യാർവട്ട പൂക്കളിലും മധ്യഭാഗത്തായിട്ട് ഇളം മഞ്ഞ നിറം വരുന്നുണ്ട്. പൂക്കളുടെ വലിപ്പത്തിലും ആകൃതിയിലും ഇതളുകളുടെ എണ്ണത്തിലുമാണ് മാറ്റം വരുന്നത്. നന്ദ്യാർവട്ട പൂക്കൾ വിരിയുന്നത് രാത്രിയിലാണ്. ശുഭ്രപുഷ്പങ്ങളെല്ലാം രാത്രിയിലാണ് വിരിയുന്നത്. മഞ്ഞയും പച്ചയും ഇലകളുള്ള വെരിഗേറ്റഡ് ആയിട്ടുള്ള നന്ദ്യാർവട്ട ചെടിയും ഇന്ന് നേഴ്സറികളിൽ അവൈലബിൾ ആണ്. ഏതൊക്കെ ചെടികളെക്കാളും ഈ നാടൻ നന്ദ്യാർവട്ട പൂക്കളെ തിരികെ നമ്മുടെ മുറ്റങ്ങളിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് ശ്രമിക്കാം. വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക്.